മതാതീതം എന്ന് തെളിയിച്ചോ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതാണ് ചോദ്യം. മതാതീതം തന്നെയാണ് ശബരിമല എന്ന് എല്ലാ കാലത്തും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശബരിമലയിലേക്ക് പോകുന്ന ചിലരെങ്കിലും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വന്ന് ആർത്തുങ്കൽ പള്ളി എന്ന് പറയുന്ന ക്രൈസ്തവാരാധനാലയത്തിൽ കാണിക്കയിട്ട് എരുമേലിയിൽ പേട്ടതുള്ളി ശബരിമലയിലെത്തി വാവർ എന്ന ഇസ്ലാമിൻ്റെ നടയുടെ മുന്നിലൂടെ പോയി ശബരിമലയിൽ ദർശനം നടത്തി അത് നീയാകുന്നു എന്ന തത്വമസി എന്ന പൊരുളും ഉൾക്കൊണ്ട് തിരിച്ച് അയ്യനായി തിരിച്ചിറങ്ങുന്നതാണ് ശബരിമലയുടെ പ്രസക്തി. ഇതിനെ ഞാൻ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ റിലീജിയസ് സിൻക്രൈറ്റൈസേഷൻ എന്ന് പറയും. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് കൂടുന്ന ഒരു ആരാധനാലയം എന്ന രീതിയിൽ ലോക പ്രശസ്തി ആർജിക്കേണ്ട, ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട ഒരു ആരാധനാലയമാണ് ശബരിമല എന്ന് പറയുന്നത്. ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശയദർശനമായി പറയുന്നത് ഏകം സദ്വിപ്ര ബഹുദാവദന്തി എന്നുള്ളതാണ്. സത്യം ഒന്നേയുള്ളൂ, അതിനെ പല പേരുകളിൽ വിളിക്കുന്നു എന്നർത്ഥം. സർവമത സമഭാവ് എന്നതാണ് അടിസ്ഥാനമായി ഹിന്ദു എന്ന ആശയത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. പിന്നീട് ഇതിനെ മതവൽക്കരിക്കുകയും പിന്നീട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തപ്പോൾ അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ തുടങ്ങി എന്നതാണ് ഏറ്റവും വലിയ ദുർഗതി. എന്നാൽ ഇവിടെ ശബരിമല നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മതാതീതമായ ഒരു ആത്മീയ കേന്ദ്രം എന്ന നിലയിലാണ്. അത് ലോകമെമ്പാടും അറിയപ്പെടണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. ഒരു മലയാളി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ ആ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുക കൂടി ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ ഇന്നവിടെ സംഭവിച്ചത് എന്താണ്? ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉയർന്നിരിക്കുന്ന ഒരുപാട് നുണകളെ ഇന്ന് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എത്രയെത്ര നുണകളാണ് ആഗോള അയ്യപ്പ സംഗമവുമായി നമ്മൾ കേട്ടത്. അതിൽ ഏറ്റവും ഒടുവിൽ വന്ന കള്ളമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് കേവലം 600-ലേറെ ആളുകൾ മാത്രമാണ് എന്നുള്ള വലിയ പ്രചരണം. വലിയ പങ്കാളിത്തമൊന്നും ഇതിലുണ്ടായിട്ടില്ല. പങ്കാളിത്തം കുറഞ്ഞു പോയതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആളെണ്ണം കൊണ്ട് മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമം വിജയിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക്. പക്ഷേ എങ്കിലും ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം പുറത്തു വന്നിരിക്കുന്നത് പ്രചരണം എന്ന് പറയുന്നത് 600-ൽ കൂടുതൽ, അതായത് 700-ൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ പങ്കെടുത്തിരിക്കുന്നത് എന്നാണ്. എന്നാൽ കണക്കുകൾ പറയുന്നത് അങ്ങനെയല്ല. 4126 പേര് ഇന്നവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത 3500-ൽ 1600-ലധികം പേർ ഇന്നവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. ഞാൻ ഓരോ കണക്കുകളായിട്ട് പറയാം. കേരളത്തിനുള്ളിലുള്ളവരുടെയല്ല, അത് ഞാൻ കേരളത്തിന് പുറത്തു നിന്ന് വന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ കണക്കുകളെന്ന് പറയാം. ഇത് എങ്ങനെയാണ് നുണപ്രചരണം അതിവേഗത്തിൽ നമ്മളെ കീഴടക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 1545 ഭക്തരെത്തി. തമിഴ്നാട്ടിൽ നിന്ന് 1545 ഭക്തരെത്തി. ഇത് കേരളത്തിലെ ഉദ്യോഗസ്ഥരാണെന്ന് ആരും പറയില്ലല്ലോ. ശബരിമലയിൽ സന്നിധാനത്തിൽ ദർശനം നടത്തിയവരെ കുറിച്ചല്ല, പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ഇന്ന് പങ്കെടുത്തവരെ കുറിച്ചാണ്. ആന്ധ്രയിൽ നിന്ന് 90, തെലങ്കാനയിൽ നിന്ന് 182, കർണാടകയിൽ നിന്ന് 184, മഹാരാഷ്ട്രയിൽ 43, പോണ്ടിച്ചേരിയിൽ നിന്ന് 53, ഉത്തർപ്രദേശിൽ നിന്ന് 4, ഗുജറാത്തിൽ നിന്ന് 4, ഡൽഹിയിൽ നിന്ന് 2, ഹരിയാനയിൽ നിന്ന് 1, ഛത്തീസ്ഗഡിൽ നിന്ന് 4, അസാമിൽ നിന്ന് 1, ഒഡീഷയിൽ നിന്ന് 12. അങ്ങനെ 2125 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 1819 പേർ കേരളത്തിൽ നിന്നുമായി ആ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ 3944 പേർ. തീർന്നില്ല. ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന് 13 പേർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു. അമേരിക്കയിൽ നിന്ന് 5 പേരും, ശ്രീലങ്കയിൽ നിന്ന് 39 പേരും, അബുദാബിയിൽ നിന്ന് 18 പേരും, ദുബായിൽ നിന്ന് 16 പേര്, ഷാർജയിൽ നിന്ന് 19, അജ്മാനിൽ നിന്ന് 3, ബഹ്റിനിൽ നിന്ന് 11, ഒമാനിൽ നിന്ന് 13, ഖത്തറിൽ നിന്ന് 10, സിംഗപ്പൂരിൽ നിന്ന് 8, കാനഡയിൽ നിന്ന് 12, UK നിന്ന് 13, അങ്ങനെ 180, സൗദിയിൽ നിന്ന് 2, 182 പേർ. അങ്ങനെ മൊത്തം 4126 പേരാണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. എന്നാൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തതിൽ 3500-ഓളം പേരിൽ പകുതി ആളുകൾ മാത്രമാണ് വന്നത്. ബാക്കിയുള്ളവർ സ്പോട്ട് അഡ്മിഷൻ വഴി, സ്പോട്ട് രജിസ്ട്രേഷൻ വഴി ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി പങ്കെടുത്തവരെല്ലാവരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണോ? അല്ല. 180-180ഓളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അവിടെ പങ്കെടുത്തു. ഒപ്പം പോലീസ് സേനയിൽപ്പെട്ടവരുണ്ട്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരുണ്ട്, മറ്റു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളുണ്ട്. അതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം, കേരളത്തിലെ ഹിന്ദു
സമുദായങ്ങളുടെ കണക്കെടുക്കുമ്പോൾ എത്ര ഉണ്ടെന്നറിയാമോ? 28 സമുദായ സംഘടനകളുണ്ട് കേരളത്തിലെ ഹിന്ദു മതവിഭാഗത്തിലെ വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ടവരായിട്ട്. മലയേറിയ വിഭാഗത്തിൽപ്പെട്ടവർ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞു, പങ്കെടുത്തന്നേ. ഐക്യമലയേറിയ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം മാത്രമാണ് അതിൽ നിന്ന് വിട്ടുനിന്നത്, മറ്റൊരു വിഭാഗം അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ 28 സമുദായ സംഘടനകളുടെ പ്രതിനിധികളും ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ പ്രചരിപ്പിക്കുന്നതാവട്ടെ ആഗോള അയ്യപ്പ സംഗമത്തിന് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല, അതൊരു പരാജയമായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെ ആദ്യത്തെ നുണപ്രചരണമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന്റെ ബദലായി സർക്കാർ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. 2031 കേരളം രൂപീകൃതമായതിന് 75-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവിധ വകുപ്പുകൾ ഓരോ വിഷയത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കണം. അങ്ങനെ 33 വകുപ്പുകൾ സംഘടിപ്പിക്കേണ്ട സെമിനാറുകളിൽ ന്യൂനപക്ഷ ക്ഷേമം വകുപ്പ് സംഘടിപ്പിക്കേണ്ടത് ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട സെമിനാറാണ്. ന്യൂനപക്ഷ സെമിനാറിനെ ന്യൂനപക്ഷ സംഗമമായി ചിത്രീകരിക്കാനുള്ള രാഷ്ട്രീയ കൗശലമാണ് നമ്മൾ അവിടെ കണ്ടത്. അതും പൊളിഞ്ഞുപോയി ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായി പറയുകയും ചെയ്തു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട നുണപ്രചരണം ഇടതുപക്ഷ സർക്കാർ വിശ്വാസത്തിനെതിരാണ് എന്നുള്ള പ്രചരണമാണ്. ഇന്ന് മുഖ്യമന്ത്രി കണക്കുകൾ സഹിതമല്ലേ അത് പൊളിച്ചു കൊടുത്തത്? ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതൽ നാളിന്നേ വരെ ദേവസ്വം ബോർഡിന്റെ വിവിധ പരിപാടികൾക്കും വിവിധ നടപടികൾക്കും വിവിധ പുരോഗമന പരിപാടികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി മൊത്തം ചെലവഴിച്ചിരിക്കുന്നത് 640 കോടി രൂപയാണ് എന്നുള്ളതാണ്. കോവിഡ് കാലത്തിന് ശേഷം ദേവസ്വം ബോർഡിന് വേണ്ടി മാത്രം ദൈനംദിന ചെലവുകൾ നിറവേറ്റാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ചെലവഴിച്ചിരിക്കുന്നതാവട്ടെ 140 കോടി രൂപയാണ്. 123 കോടി രൂപ അതിനെ തുടർന്ന് പൊതുമരാമത്തിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡുകൾക്ക് വേണ്ടി മാത്രമായി ഈ 2018 ശേഷം മാത്രമായി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2 പിണറായി സർക്കാരുകൾ ചെലവഴിച്ചതിന് എത്രയും തുക ഒരു കാലത്തും ഒരു സർക്കാരും ചെലവഴിച്ചിട്ടില്ല എന്നതാണ് കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ വിശ്വാസികൾക്കും ദേവസ്വം ബോർഡിനുമൊക്കെ ഇടതുപക്ഷം എതിരാണോ എന്ന ചോദ്യത്തിന് കണക്കുകൾ കൊണ്ടുള്ള മറുപടിയാണ്. കൃത്യമായി കണക്കുകൾ വെച്ചുള്ള മറുപടി കൂടി നമ്മൾ കേട്ടു. 640 കോടി രൂപയാണ് 2016 മുതൽ നാളിന്നേ വരെ വിവിധ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഈ സർക്കാർ ചെലവഴിച്ചിരിക്കുന്ന തുക. അടുത്ത നാലാമത്തെ പ്രധാനപ്പെട്ട നുണപ്രചരണം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ സത്യവാങ്മൂലം തിരുത്തുമോ എന്നുള്ളതാണ്. സത്യവാങ്മൂലം എവിടെയാ കൊടുത്തത്? പിണറായി സർക്കാർ ഏതെങ്കിലും സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ? അവസാനത്തെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ സത്യവാങ്മൂലമാണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ സത്യവാങ്മൂലമാണ് ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കിടക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ പ്രയാറിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് യുവതീ പ്രവേശനം പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ പിന്നീട് സ്റ്റാൻഡിംഗ് കൗൺസിൽ മാറുന്ന സമയത്ത് ഹൈക്കോടതിയിൽ സർക്കാർ ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ എടുത്ത നിലപാട്, വാക്കാലുള്ള നിലപാട്, അത് തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അതാണല്ലോ നമ്മൾ പറയേണ്ടത്. ആ നിലപാട് തിരുത്തേണ്ടത് ദേവസ്വം ബോർഡാണെങ്കിൽ ദേവസ്വം ബോർഡ് അത് തിരുത്തും, അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ സർക്കാർ ആ വിഷയത്തിൽ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് കൊടുത്തത് VS-ന്റെ കാലത്താണ്. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ സത്യവാങ്മൂലം കൊടുത്തത്. ആ സത്യവാങ്മൂലമാണ് നിലവിലിരിക്കുന്നത്. അതാണ് നാലാമത്തെ പ്രചരണം. അടുത്തത് അഞ്ചാമത്തെ കുപ്രചരണം എന്ന് പറയുന്നത് നിലവിൽ ഈ അയ്യപ്പന്റെ പണമില്ലാതെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ള വലിയ പ്രചരണം ഇന്നലെ തന്നെ നടന്നു. അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കണ്ടതല്ലേ 3 വേദികളിലും, മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത മുഖ്യവേദിയിലും, തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്ത രണ്ടാമത്തെ വേദിയിലും, മൂന്നാമത്തെ ആത്മീയ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള ചർച്ച നടന്ന മൂന്നാമത്തെ വേദിയിലും, എല്ലാ വേദിയിലും ആ പരിസരത്തും പൂർണ്ണമായിട്ടും അയ്യപ്പൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഏറ്റവും അനുകരണീയമായ രീതി എന്ന് തോന്നിയത്, സാധാരണ ഇത്തരം പരിപാടികളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ ചിത്രം അവിടെ പ്രദർശിപ്പിക്കുന്ന പതിവുണ്ട്. അത്തരം ചിത്രങ്ങളൊന്നും തന്നെ മുഖ്യവേദിയിൽ പ്രദർശിപ്പിച്ചിരുന്നില്ല എന്നതാണ്. അവിടെ അയ്യപ്പന്റെ ചിത്രം മാത്രമാണ് നമ്മൾ കണ്ടത്. ആ ബാക്ക്ഡ്രോപ്പിലും അത് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെ നമ്മുടെ പ്രതിനിധി TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ പോയി ചോദിച്ചതും അതാണ്. അതിനുള്ള ഉത്തരം അവർ നൽകുകയും ചെയ്തു. അവിടെ എങ്ങും തന്നെ നേതാക്കളുടെ ഒരു ചിത്രവും വെച്ചിട്ടില്ല, പകരം അയ്യപ്പന്റെ ചിത്രം മാത്രമാണ് വെച്ചിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നുണപ്രചരണങ്ങളെ പൊളിച്ചു കളഞ്ഞ ഒരാഗോള അയ്യപ്പ സംഗമം കൂടിയാണിത്. ഇനി ഇതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടാവാൻ പോകുന്നത്? 2 തരം നേട്ടം പറയണം. ഞാൻ സ്മൃതി പറഞ്ഞതിനോട് ഭാഗികമായി യോജിക്കുന്നത് അവിടെയാണ്. പരോക്ഷമായി അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നേ. ആ പരോക്ഷമായ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധിക്കു ശേഷം കേരള സർക്കാർ
സർക്കാർ തിടുക്കപ്പെട്ടെടുത്തിരിക്കുന്ന നടപടി ഭക്തജനങ്ങളുടെ മനസ്സിൽ വേദന കോറിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഉണക്കാൻ വേണ്ടി ഉള്ള ഒരു വലിയ ഒരു ശ്രമം എന്ന നിലയിൽ കൂടി അതിനെ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അതിനകത്ത് നമ്മൾ എന്തിനാണ് മറച്ചു വയ്ക്കേണ്ട കാര്യം? അത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷം അത് തന്നെയല്ലേ യുവതീ പ്രവേശന വിഷയമായി ചെയ്തത്? യഥാർത്ഥത്തിൽ എന്താ യുവതീ പ്രവേശന വിധി വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് യുവതീ പ്രവേശനം വേണമെന്നല്ലേ? ആ നിലപാടിനെതിരായിരുന്നില്ലേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എടുത്ത നിലപാട്? യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട RSS എടുത്തിരുന്ന നിലപാടെന്താ? RSS പറഞ്ഞിരുന്നത്, മോഹൻ ഭാഗവത് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അവിടെ ലിംഗഭേദമന്യേ സന്ദർശനം നടത്തണം എന്നുള്ളതല്ലേ? പ്രേരണാകുമാരി ആരായിരുന്നു? പ്രേരണാകുമാരി ആരുടെ അഭിഭാഷക ഉദ്യോഗസ്ഥയായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ? പിന്നീട് RSS അതിൽ നിന്ന് മലക്കം മറിഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? BJP അതിൽ നിന്ന് മലക്കം മറിഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ യുവതീ പ്രവേശന വിധിയിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് ഇവിടെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിനുള്ള തിടുക്കവും ആവേശവും അത് രാഷ്ട്രീയമായ അബദ്ധമായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി അകന്നുപോയ വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവരുടെ കൂടി വോട്ട് തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇടതുപക്ഷം എന്നത് ശരിയാണ്. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമം ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നു. ഇന്നിപ്പോൾ ഒരു 18-അംഗ കമ്മിറ്റി രൂപീകൃതമാവുന്നു. ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കളമായിരുന്നു, എന്താണ് മാസ്റ്റർ പ്ലാൻ ഈ സർക്കാർ നടപ്പിലാക്കാത്തത്? 2011-12 മുതൽ ഇങ്ങോട്ട് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കി തുടങ്ങിയതിന്റെ ഭാഗമായി 148 കോടി രൂപ ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലേ ഔട്ട് അടക്കം ഈ ശബരിമലയുടെ 3 ഘട്ടങ്ങളിലായിട്ടുള്ള വികസനത്തിന് വേണ്ടി 1033 കോടി രൂപയാണ് ചെലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ആ യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ചുകൊണ്ടുള്ള നുണപ്രചരണങ്ങളെ പൊളിച്ചു കളയാൻ കൂടി ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമം സഹായിച്ചു എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി മതാതീതം എന്ന് തെളിയിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ശബരിമല എല്ലാ കാലത്തും മതാതീതമായി നിലകൊള്ളുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ മഹത്വം നമുക്ക് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചതുപോലെ ഈ ശബരിമലയിൽ അയ്യപ്പൻ ഉറങ്ങുന്നത് യേശുദാസിന്റെ ശബ്ദത്തിൽ ഹരിവരാസനം കേട്ടിട്ടാണ്. ആ ഹരിവരാസനം ചിട്ടപ്പെടുത്തിയ ദേവരാജൻ മാസ്റ്റർ ആവട്ടെ വലിയ വിശ്വാസിയായിരുന്നില്ല താനും. അതാണ് ശബരിമലയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും മനോഹരമായ ഭക്തിഗാനങ്ങൾ ശബരിമലയിൽ ഏറ്റവും മനോഹരമായി നമ്മൾ കേൾക്കുന്നത് യേശുദാസിന്റെ ശബ്ദത്തിൽ കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശബരിമല എല്ലാ കാലത്തും തുറന്നിട്ട വാതിലുമായി നിൽക്കുന്നതാണ്. അവിടെ അയ്യനെ തേടി വരുന്നവരെ തിരിച്ച് അയ്യനായി മടങ്ങുന്ന ഒരു അപൂർവമായിട്ടുള്ള അവസ്ഥയുണ്ട്. അത് ഇന്ന് യഥാർത്ഥ ഭക്തജനങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പിണറായി വിജയൻ ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിലെ ശ്ലോകം 13-ഉം 14-ഉം ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പ്രസംഗം തന്നെ തുടങ്ങുന്നത്. ഭക്തരല്ലാത്ത ചിലർ കപടഭക്തി കൊണ്ടാണ് അല്ലെങ്കിൽ ഭക്തരെന്ന പരിവേഷം ധരിച്ചവർ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ അധ്യായം 12-ലെ ഭക്തിയോഗത്തിലെ 13-ഉം 14-ഉം ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: സകല ജീവജാലങ്ങളോടും ദ്വേഷമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവനും മമതയില്ലാത്തവനും അഹങ്കാരരഹിതനും മമതയുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ കണക്കാക്കുന്നവനും ക്ഷമയുള്ളവനും സന്തുഷ്ടനും യോഗനിഷ്ഠനും ആത്മസംയമനവും ദൃഢനിശ്ചയമുള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തൻ ആരാണോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിശേഷണത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക കാറിൽ കൊണ്ടുവന്നത് മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒരു പക്ഷേ വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അതിനെ വിമർശനത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് ഒരു സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കൊണ്ടുവരാനാണ് പിണറായി വിജയൻ ശ്രമിച്ചതെങ്കിലും അത് കൊടുക്കുന്ന സന്ദേശം തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മതാതീതമാണ് എല്ലാ കാലത്തും ശബരിമല. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ചില നുണപ്രചരണങ്ങളെ പൊളിച്ചു കാട്ടാൻ സാധിച്ചു. അത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ 3 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന വികസന പദ്ധതികളുടെ ഒരു കുതിപ്പിന് തുടക്കമാകുമെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് വർഷങ്ങൾക്കു ശേഷം തിരിച്ചറിയാൻ സാധിക്കും. ഭക്തജനങ്ങളാണ് ശബരിമലയിൽ അയ്യപ്പനോളം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ ഭക്തജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുക എന്നത് ആകണം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.